അതിനിടയിൽ ചിരിക്കുന്ന ഒരു മുഖമെങ്കിലും കണ്ടോട്ടെ ഏട്ടൻ. അത് ഈ ഏട്ടന് സാധിച്ചു തരും എന്റെ മോള്. വിഷമിക്കേണ്ട മോള്. എന്തോന്നാണ് ആ ജഡ്ജിയുടെ ഒരു ജാട? എന്താ സർ, കോടതിയല്ലേ സർ? ഇന്നലെ ആരാണ്ടടെയൊക്കെ അണ്ണാക്കിലേക്ക് പൈസ എടുത്ത് കൂട്ടിയായിരുന്നല്ലോ. അക്കൂട്ടത്തിൽ ജഡ്ജി ഇല്ല സർ. എന്നതാണേലും രൂപ 5-6 ലക്ഷം അങ്ങ് പൊട്ടി. എന്നാലെന്താ ജാമ്യം കിട്ടിയില്ലേ സർ? കാശെടുത്ത് മറിച്ച സുപ്രീം കോടതിയിൽ നിന്നാണേലും കിട്ടൂടാ ജാമ്യം. ഇനി അഥവാ കിട്ടിയില്ലേലും ജയിൽ പുള്ളിയുടെ കൂട്ട് കൊതുകടി കൊണ്ടൊന്നും കിടക്കത്തില്ലടാ ഈ അരവിന്ദാശൻ. റോയൽ സ്യൂട്ട് ഒരുക്കി തരും അരവിന്ദാശന് ജയിലർമാര് തന്നെ. എന്റെ പൊന്നു തമ്പ്രാക്കന്മാരെ വണക്കം. അടിയനെ ഓർമ്മയുണ്ടോ ആവോ? അരവിന്ദാശൻ എന്നാണേ പേര്, സമക്ഷത്തിൽ നിന്നാണേ വരവ്. സിദ്ധാർത്ഥന്റെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അടിയനെ അങ്ങ് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 1 അല്ല 3 വട്ടം. എടാ മക്കളെ, നിങ്ങൾ എന്താ ഈ അരവിന്ദാശനെ പറ്റി വിചാരിച്ചത്? കൈവലമും കൈക്കരുത്തും കാട്ടി നീയൊക്കെ കുറെ വിറപ്പിക്കാൻ നോക്കിയതല്ലേ ഈ അരവിന്ദാശനെ. എന്നിട്ടിപ്പോ എന്തായി? ഇതായി രോമം. ചുളയിറക്കാനുള്ള ശേഷിയും തലക്കകത്തിച്ചിരി ആൾസഞ്ചാരം ഉണ്ടെങ്കിലേ നീയൊക്കെ ഇത് തന്നെയാ, രോമം. നിന്നെയും കൂടെ ചേർത്തായി പറഞ്ഞത്. അരവിന്ദാക്ഷ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങിക്കളയുമോ? കാലം കുറെ ആയി നീയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ട്. നീയൊക്കെ ഒന്ന് ഓർത്തോ, അരവിന്ദാക്ഷൻ നീ ഒന്നും നോക്കാനില്ല, ഒന്നും. ഉണ്ടായിരുന്ന സ്വപ്നങ്ങളൊക്കെ ചാരമാക്കിയത് നീയൊക്കെ ചേർന്ന. ഏത് കൊമ്പത്തെ ഓഫീസറാണേലും അതിനുള്ള കണക്ക് ഞാൻ പറയിക്കും. വിട്ടേക്ക് സാറേ. നീ ഒന്ന് ചുമ്മാതിരിക്കടാ. ഈ സുഷമ സാറിന്റെ അന്വേഷണം അങ്ങ് പെരുത്തപ്പോ അരവിന്ദാക്ഷന്റെ കൈവിട്ടുപോയ കാശ് എത്ര നിനക്കറിയാമോ? 1ഉം 2ഉം കാശല്ല, കോടികളാ, കോടികൾ. 2 വർത്താനം പറയാതെ ഇവിടുന്ന് പോയാലേ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ല. ചൊറിഞ്ഞു കയറി വരും എനിക്ക്. അധികം ചൊറിയാൻ നിൽക്കണ്ട, സ്റ്റാൻഡ് വിട്ടോ, അല്ലെ ആരോഗ്യത്തിന് കേടാ. പറഞ്ഞു പറഞ്ഞ് നീ ഞാൻ കേറാത്തടാ കൊച്ചനെ. നിങ്ങൾ 2 പേരും കൂടെ അന്വേഷണം എന്ന് പറഞ്ഞ് കാറിളക്കി നടന്നല്ലോ കുറച്ചു നാൾ. എന്നിട്ട് കോടതിയിൽ ചെന്നപ്പോഴോ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇത്രയും നാൾ നടന്നത് അന്വേഷണമാണോ അതോ 10 മാസം കഴിഞ്ഞിട്ടായാലും അതിന്റെ റിസൾട്ട് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. തമ്പി, കൺട്രോൾ യുവർ സെൽഫ്. ഇത് നമ്മളെ കൊടുക്കാനുള്ള കെണിയാണ്. എന്താടാ നിനക്കെന്നെ തല്ലണ്ടേ? വിവരക്കേട് ഒരു കുറ്റമല്ല അരവിന്ദാക്ഷ. താനിപ്പോ തോണ്ടിയത് തന്റെ ശവക്കുഴിയാ. എളുപ്പ ചെല്ല്, നമുക്കിനിയും കാണേണ്ടി വരും. ഓ ഉത്തരവേ. അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരു പെണ്ണിനും പൊറുക്കാനാവാത്ത കാര്യങ്ങൾ തന്നെയാ മോളോട് ചെയ്തതും. പക്ഷേ മോളതെല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. വേണമെങ്കിൽ അവന് വേണ്ടി ഞാൻ... വേണ്ടമ്മേ, അമ്മ അത് ചെയ്യരുത്. എന്റെ മനസ്സിലൊന്നുമില്ലമ്മേ. വേണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം തന്നെ ഞാൻ പഴയതെല്ലാം ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ഞാൻ ഭാഗ്യവതിയാ മോളെ. ഇത്രയും മനസ്സുള്ളൊരു പെൺകുട്ടിയെ എന്റെ വേണുവിന് കിട്ടിയല്ലോ.
എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ അനിയത്തി ഒന്ന് കണ്ടോട്ടെ. അയ്യോ, ഇവിടെ വെച്ചതൊന്നും ശരിയാവില്ല. സിദ്ധാർത്ഥം പോ. ഒരു 5 മിനിറ്റ് ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. അവള് അടുക്കള വശത്തെങ്ങാനും കാണും. ആ, പെട്ടെന്ന് കണ്ടിട്ട് പോണം. വേണു മറ്റോ കണ്ട ആകെ പ്രശ്നമാവും. പെട്ടെന്ന് കണ്ടിട്ട് പൊക്കോളാം ഞാൻ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു ഏട്ടാ. ഞാനിവിടെ ആദ്യമല്ലേ. 2 ദിവസം കൊണ്ട് നീയൊക്കെ കോലം കിട്ടുപോയല്ലോ മോളെ. ഏട്ടന് തോന്നുന്നതാ. നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ഉണ്ട് ഏട്ടാ. ഈ ഏട്ടന്റെ ഒരു കാര്യം. അവന് നിന്നോടുള്ള പിണക്കൊക്കെ തീർന്നോ മോളെ? അഗ്നിസാക്ഷിയായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് പിണക്കോ ഏട്ടാ. ജീവിതം അങ്ങനെ തൊലച്ചു കളയാൻ മാത്രം മണ്ടനൊന്നും അല്ല വേണുവേട്ടൻ. ഞങ്ങളോടുള്ള പണക്കം വെച്ച് അവൻ നിന്നെ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ? ഇല്ല ഏട്ടാ, ആ പിണക്കവും ഇനി മാറിക്കോളും. നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. എനിക്കിവിടെ സുഖം തന്നെയാ. എന്റെ പൊന്നൂനെ നല്ലോണം ഒന്ന് കണ്ടിട്ട് എത്ര നാളായടാ. അയ്യോ, ഒന്നും കൊണ്ടുവന്നില്ലല്ലോ നിനക്ക് മാമൻ. മാമന്റെ ഒരു മറവി. വിശക്കുന്നു മാമ. ചുമ്മാ പറയുന്നതാ ഏട്ടാ. അവളിപ്പോ കഴിച്ചതേ ഉള്ളൂ. നേരാണോ മോളെ? 2 ബിസ്ക്കറ്റ്. വേറൊന്നും കഴിച്ചില്ല? അമ്മ പാലുണ്ടാക്കാൻ തുടങ്ങിയപ്പോ കിച്ചണിലെ ആന്റി വന്ന് അതെടുത്ത് മറിച്ച് കളഞ്ഞു. എന്റെ അനിയത്തിക്കും കുഞ്ഞിനും ഇവിടെ സുഖം അല്ലേ? പരമസുഖം. ഏട്ടനോട് ഞാൻ വേറെന്താ പറയേണ്ടത്? ആ മനസ്സോടെ വിഷമിപ്പിച്ചിട്ട് എന്താ ഗുണം ഏട്ട? എന്തിനാ മോളെ നീ ഇവിടെ ഇങ്ങനെ? വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല ഏട്ടാ. പിന്നെ എനിക്കിവിടെ ജീവിക്കണം ഏട്ടാ. ഇവിടെ അല്ലാതെ മറ്റൊരിടത്തും എനിക്കിനി ഒരു ജീവിതം ഉണ്ടാവില്ല. പക്ഷെ എന്തിന്? ഉടഞ്ഞു പോയ ഒരു ചില്ല് പ്രതിമ പോലെ ഏട്ടാ എന്റെ ജീവിതം. എത്രയൊക്കെ സൂക്ഷിച്ച് പെറുക്കി കൂട്ടി വെച്ചാലും പിന്നെയും ചില ഭാഗങ്ങൾ യോജിക്കാതെ കിടക്കും. ഒരിക്കലൊന്നുടഞ്ഞ പിന്നെ പഴയ ഭംഗി ഉണ്ടാവില്ല ഏട്ടാ പെണ്ണിന്റെ ജീവിതത്തിന്. തെറ്റായിപ്പോയി മോളെ. അവന് നിന്നെ വേണ്ടെന്ന് മനസ്സിലായിട്ടും കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ചത്. സ്നേഹവും വിശ്വാസമൊന്നും അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട സംഗതിയല്ലല്ലോ. വഴി പിഴച്ചവളെന്ന് അധിക്ഷേപിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു ഭീരവിന്റെ മുഖം. എന്നെ സംബന്ധിച്ചിടത്തോളം അതാ ഭർത്താവ്. അവിടെ നിന്ന് സ്നേഹമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏട്ടാ. പക്ഷേ എന്റെ ഗോപുമോൾക്ക് അത് വേണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ. എന്ത് ത്യാഗവും.
മാനസയെ കണ്ടു പിന്നീട്? സ്റ്റേഷനിൽ വന്നിരുന്നു എന്നെ കാണാൻ. ജാമ്യം കിട്ടിട്ട് പിന്നീട് ഏട്ടൻ കണ്ടിട്ടില്ലേ? സാവകാശം കിട്ടിയില്ല. ഏട്ടൻ ആദ്യം പോകേണ്ടിയിരുന്നത് മാനസയെ കാണാനായിരുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വെച്ചവളല്ലേ ഏട്ടാ മാനസ. ഇതിനു മുൻപ് കണ്ടോ കേട്ടോ പോലും പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ ഏട്ടാ? ഇനി മാനസയെ രക്ഷിക്കാൻ ഏട്ടന് മാത്രമേ കഴിയൂ. പറയേ, എന്താ ഏട്ടന്റെ തീരുമാനം? അക്കാര്യത്തില് ഞാൻ വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ടില്ല അംബികെ. അങ്ങനെ ഒരു ഒഴുക്കം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടല്ല മാനസ സ്വീകരിച്ചത്. മരിച്ചുപോയ നമ്മുടെ അച്ഛന്റെ മാനം കൂടിയാ എന്റെ ഈ താലിച്ചരടിലൂടെ രക്ഷപ്പെട്ടത്. ഏട്ടനോട് ഈ കുഞ്ഞു പെങ്ങൾ ഒരു വിവാഹ സമ്മാനം ആവശ്യപ്പെടുക. തരാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. പറയേട്ടാ തരൂന്ന്. തരാം. എങ്കി ഗോപുമോളുടെ തലയിൽ കൈവച്ച് വാക്ക് പറയേ, മാനസയെ മാത്രമേ വിവാഹം കഴിക്കൂന്ന്. വാക്ക് വാക്ക് ആരാടി ഈ നായെ വിളിച്ച് വീട്ടിൽ കയറ്റിയത്? നിന്നെ കൊണ്ട് എന്നെ പുറതി മുട്ടിയിരിക്കുക ഇവിടെ. അതിന് പറയാം ഓരോ അലവലാദികൾ കയറി നിറങ്ങുന്നത്. വേണുഗോപ, നിന്നോട് ഞാനൊന്നും സംസാരിച്ചില്ല. നീയൊക്കെ കൂടി ഭാര്യയെന്നും പറഞ്ഞ് എന്റെ തലയെ കെട്ടിവെച്ച ശവത്തോടെ ഞാൻ ഈ പറയുന്നത്. വേണു, എന്നോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതെല്ലാം മറക്കണം, പൊറുക്കണം, പ്ലീസ്. മറക്കുകയും പൊറുക്കുകയും ചെയ്യാടാ. നീ എന്റെ ശരീരത്തിലുണ്ടാക്കിയ മുറിവ്, പക്ഷേ ഈ കുടുംബത്തിന് മേല് നീ ഉണ്ടാക്കിയ മുറിവ് അത്ര എളുപ്പം മാഞ്ഞു പോവില്ല. അത്ര എളുപ്പമൊന്നല്ല എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നവരെ. എത്രയും വേഗം ഇറങ്ങി പോകുന്ന നിൽക്കുന്നല്ലേ, അല്ലെങ്കിൽ എന്റെ കൺട്രോൾ പോവും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ ഉണ്ടായ ഇറങ്ങിപ്പോകുമ്പോ പെങ്ങളെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കോണം. വേണു, എന്ത് ധൈര്യമാടാ നിനക്ക് പടിയോട്ടാൻ? നല്ലത് രണ്ടെണ്ണം കൂടെ കൊടുക്ക സാറേ. അങ്ങനെ നിന്റെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ നോക്കിയിരിക്കാനാ ഞാൻ. അയ്യോ അച്ഛാ, ഏട്ടനൊന്നും ചെയ്യില്ലേ അച്ഛാ. അച്ഛാ, ആരടി നിന്റെ അച്ഛൻ? പോയിട്ട് പൂജിക്കാൻ വേണ്ടി ഞാൻ എന്റെ മോനെ കൊല്ലാൻ നോക്കിയവനെ. ഈ പടിക്ക് പുറത്ത് നീ കാലുകുത്തിയ പിന്നെ തിരിച്ചിങ്ങോട്ട് കയറണ്ട. വേണുഗോപനെ ഈ പറയുന്നേ.
അയ്യോ അരവിന്ദേട്ടാ വിട്ടേക്ക്, പൊയ്ക്കോട്ടെ എങ്ങോട്ടെങ്കിലും. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് പോണ്ട, അവിടെ നിൽക്ക്. അരവിന്ദേട്ടാ മോനെ വേണ്ടെന്ന് പറ. വേണ്ട. ഒറ്റത്തവണ കൂടി ഇത് ആവർത്തിച്ചാൽ പുറത്താകുന്നത് നിന്റെ പെങ്ങളും കുഞ്ഞുമായിരിക്കും. കൊതുക് മുള്ളുന്ന ഒരു ശബ്ദം പോലും ഇവിടെ കേട്ടുപോകരുത്. കേറി പോയാത്ത്. അവളെന്തേടി സാവിത്രി? ചേച്ചിക്ക് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ആ, എനിക്ക് തോന്നി. രണ്ട് സമര രീതിയെ അവക്കറിയത്തുള്ളൂ. പൂങ്കണ്ണീരും നിരാഹാരവും. ഇക്കണക്കിനാണേൽ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ അവള്. അച്ഛൻ കഴിക്ക്. കറിയൊക്കെ എങ്ങനെ ഉണ്ടടാ? ആസ് യൂഷ്വൽ. എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റയൊരെണ്ണം നാക്കേ വെക്കാൻ കൊള്ളുകയില്ല. എന്നതാ സാറേ കുഴപ്പം? 1,800 രൂപ കൊടുത്ത് വാങ്ങിയ നെയ്മീന. അതിന്റെ പുളി ഇറങ്ങിയിട്ടില്ല. അവിയലാണെങ്കിലോ അരപ്പ് വേറെ കഷ്ണം വേറെ. എന്തിനാ അധികം പറയുന്നേ? ചോറാണെങ്കിൽ പകുതി പോലും വെന്തിട്ടില്ല. എന്നും വെക്കുന്ന പോലെ ഞാൻ. എന്നും ഇതൊക്കെ തന്നെയാ വിധി. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സഹിക്കുന്നു മാത്രം. മാസമാദ്യം കാശെണ്ണി കയ്യിലോട്ട് തരാൻ ഒരു ദിവസം വൈകിയോ 10 രൂപ കുറവോ ഉണ്ടായാൽ അപ്പ മാറുമല്ലോ നിന്റെ മുഖം. ആ ശുഷ്കാന്തി എന്താ നിനക്ക് ജോലിയിലില്ലാത്തത്? സാറ് പറയുന്നത് എന്ത് വേണേലും ഞാൻ ചെയ്യാം. നീ തൽക്കാലം പോയി ആ അമ്പി കഴിഞ്ഞ് വിളിച്ചോണ്ട് വാ. ഓ, എന്താ അച്ഛതൊക്കെ? എന്തൊക്കെയായാലും ദേവേനി നമ്മുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവളാ. അതൊക്കെ എനിക്കറിയാമടാ. നീ കണ്ടോ കളി? മക്കൾക്ക് ഇവിടെ സുഗന്ധനാണല്ലോ അല്ലേ? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിക്കുന്നില്ലേ? കഴിക്കണം. ആരോഗ്യം കളയരുത്. അത് ഓർമ്മിപ്പിക്കാനാ വിളിച്ചത്. ഇതുപോലെ ഇനിയും പല അംഗവും ജയിക്കാനുള്ളതല്ലയോ? ആണായാലും പെണ്ണായാലും നാണം വേണവിടെ. അന്തസ്സുള്ളവരാണെങ്കിൽ അധ്വാനിച്ചിട്ടേ ഭക്ഷണം കഴിക്കൂ. ദിവസം 2 ആയില്ലേ നീ ഇവിടെ ഒന്ന് കൂടിയിട്ട്? ഇതുവരെ കമന്ന് കിടക്കുന്ന ഒരു പ്ലാവിലെ മലത്തി വെച്ചിട്ടുണ്ടോടി നീ? തീറ്റയും കുടിയുമായിട്ട് രണ്ടും ഇവിടെ തന്നെ കൂടുമ്പോ എന്തെങ്കിലും പണിയും കൂടെ ചെയ്യണ്ടേടി. ഇതൊരുമാതിരി തൊഴിലുറപ്പുമാരുടെ കൂട്ട്. നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ കാര്യം?
അധ്വാനിച്ചിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നിൽക്കുന്ന ഒരു കൊച്ചിനെ അല്ലാതെ.